ചില ആളുകളുണ്ട് ലൈഫിലെ പല കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അടുക്കും ചിട്ടയും പ്രത്യേകമായിട്ട് വളരെ കൂടുതലായിരിക്കും. അവരുടെ വീട്ടിലാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകും. ഒരു സാധനം ഇപ്പം ഒരു ഓർഡർ അനുസരിച്ചിട്ടല്ല അവർ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ. ഹലോ, ഞാൻ സോന, ഹേലൻ ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ് ആണ്. ചില ആളുകളുണ്ട് ലൈഫിലെ പല കാര്യങ്ങളും പെർഫെക്റ്റ് ആയിട്ട് നടക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ. അവരുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവരുടെ അടുക്കും ചിട്ടയും പ്രത്യേകമായിട്ട് വളരെ കൂടുതലായിരിക്കും. അവരുടെ വീട്ടിലാണെങ്കിൽ പോലും അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു അടുക്കും ചിട്ടയൊക്കെ ഉണ്ടാകും. ഒരു സാധനം ഇപ്പം ഒരു ഓർഡർ അനുസരിച്ചിട്ടല്ല അവർ വെച്ചിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ അവർക്ക് വളരെയധികം ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ അവരുടേതായിട്ടുള്ള രീതിയിൽ തന്നെ ജീവിക്കണം, അല്ലെങ്കിൽ എല്ലാത്തിലും ഒരു പെർഫെക്ഷനിസം ഉണ്ടാവണം എന്നുള്ളത് അവർക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ വീട്ടിലെ എല്ലാ ആളുകളും ഇന്ന സമയത്ത് ഇന്ന കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളത് അയാൾക്ക് ഭയങ്കര നിർബന്ധമാണ്. ഒരു സാധനത്തിൻ്റെ ഒരു ഓർഡർ തെറ്റിച്ചാൽ പോലും അയാൾ വളരെയധികം അസ്വസ്ഥനാവുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നമ്മൾ കണ്ടുവരാറുള്ളത് OCPD എന്ന് പറഞ്ഞിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറിലാണ്. ഒബ്സസീവ് കമ്പൽസീവ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്നാണ് ഇതിനെ പറയാറുള്ളത്. ക്ലസ്റ്റർ സിയിൽ വരുന്ന ഈ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറിൻ്റെ കൂടെ വരുന്ന മറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സാണ് അവോയ്ഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ, ഡിപ്പെൻഡൻറ്റ് പേഴ്സണാലിറ്റി ഡിസോർഡർ. ഇത്തരത്തിലുള്ള ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാവണം. ഇപ്പോൾ അവരുടെ ജോലിക്കാര്യങ്ങളായാലും അല്ലെങ്കിൽ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായാലും എല്ലാ കാര്യങ്ങളിലും അവരുടേതായിട്ടുള്ള ഒരു പെർഫെക്ഷനിസം അവർ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവരെന്തെങ്കിലും ജോലിയൊക്കെ ഏറ്റെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മാക്സിമം വളരെയധികം പെർഫെക്റ്റായി ചെയ്യണം എന്നുള്ള ചിന്ത കാരണം പലപ്പോഴും അവർക്കത് കാര്യക്ഷമമായിട്ട് ചെയ്യാൻ പറ്റാറില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വ്യക്തികൾ എപ്പോഴും ജോലി കാര്യങ്ങളിലായാലും മറ്റു കാര്യങ്ങളിലായാലും അവർ പെർഫെക്റ്റ് ആയിട്ടല്ല ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ വഴക്ക് പറയുകയും ദേഷ്യപ്പെടുകയും ചെയ്തുകൊണ്ട് അവരെ അങ്ങനെ ചെയ്യിക്കാൻ വേണ്ടി വളരെയധികം നിർബന്ധിക്കും. അങ്ങനെ പലപ്പോഴും ഇവരുടെ റിലേഷൻഷിപ്പിലായാലും അല്ലെങ്കിൽ ഫാമിലി ലൈഫിലായാലും വളരെയധികം നെഗറ്റീവായിട്ടാണ് ഇത് അവരിൽ ബാധിക്കാറുള്ളത്. ഇത്തരത്തിലുള്ള വ്യക്തികൾക്ക് പലപ്പോഴും ഒരു ഒഴിവ് സമയങ്ങൾ അവർക്ക് കിട്ടാറില്ല എന്നുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഇവർ ജോലിയിലായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുന്നത്. അവരെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം എന്നുള്ളത് കൊണ്ട് എപ്പോഴും ജോലിക്കായിരിക്കും അവർ അമിത പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇവരുടെ ജീവിതത്തിൽ ഇവർക്ക് ഒരു ഒഴിവ് സമയം എന്നുള്ളത് കിട്ടാറില്ല. മറ്റുള്ളവരോട് സംസാരിക്കുന്ന രീതിയിലാണെങ്കിൽ പോലും അല്ലെങ്കിൽ മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്താണെങ്കിൽ പോലും കൂടുതലും റൂൾസിനായിരിക്കും ഇവരൊരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവരുടെ ഇമോഷൻസിനായാലും മറ്റുള്ളവരുടെ ഇമോഷൻസിനായാലും യാതൊരു വിലയും കൊടുക്കാത്ത ആളുകളാണ് ഇത്തരത്തിലുള്ള OCPD ഉള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. ഇവരുടെ ഇമോഷൻസൊക്കെ വളരെയധികം കൺട്രോൾഡ് ആയിട്ടായിരിക്കും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുന്നത്. എപ്പോഴും ഇങ്ങനെയുള്ള വ്യക്തികൾ വിശ്വസിക്കുന്നുണ്ടാവുന്നത് എല്ലാം തൻ്റെ മേൽനോട്ടത്തിൽ ചെയ്താൽ മാത്രമേ എല്ലാ ജോലികളും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ മറ്റുള്ള ആളുകളെയൊക്കെ ജോലികൾ ഏൽപ്പിക്കാനൊക്കെ ഇവർക്ക് ഭയങ്കര ഭയമായിരിക്കും. കാരണം തന്നെ ഏൽപ്പിച്ചിട്ടുള്ള ജോലി താൻ മാത്രം ചെയ്താലേ അത് വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ തൻ്റെ മേൽനോട്ടത്തിൽ ചെയ്താൽ മാത്രമേ അത് വളരെയധികം ഓക്കെ വരുള്ളൂ എന്ന ചിന്ത കാരണം മറ്റുള്ളവർ ഇവർ ജോലികളൊന്നും ഏൽപ്പിക്കാറില്ല. സ്വന്തമായിട്ട് തന്നെയാണ് കൂടുതൽ വർക്കുകൾ ഇവർ ചെയ്യാറുള്ളത്. ഇനി അഥവാ മറ്റുള്ളവർ ഇവരെന്തെങ്കിലും ജോലികൾ ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് തെറ്റിച്ചാൽ തന്നെ ഇവർ വളരെയധികം ദേഷ്യപ്പെടുകയും മറ്റുള്ളവർ അത് വഴക്ക് പറഞ്ഞ് അത് ശരിയാക്കാനാണ് ശ്രമിക്കാറുള്ളത്. ഇവരുടെ ചിന്ത എന്ന് പറയുന്നത് എപ്പോഴും തന്നെ പോലെ മറ്റുള്ളവരും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ തന്നെ പോലെ മറ്റുള്ളവരും ചിന്തിക്കണം. ജോലി കാര്യങ്ങളായാലും മറ്റു കാര്യങ്ങളിലായാലും താൻ ചെയ്യുന്ന പോലെ എല്ലാത്തിലും ഒരു പെർഫെക്ഷനിസം കൊണ്ടുവരണം, അത് മറ്റുള്ളവരും അങ്ങനെ തന്നെ ആയിരിക്കണം എന്ന ചിന്തയായിരിക്കും ഇവർക്ക് എപ്പോഴും ഉണ്ടാവുന്നത്. ഇവരുടെ വീടുകളിലാണെങ്കിൽ പോലും ഒരു ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു സാധനം ഒരു എടുത്ത വ്യക്തി കുറച്ച് മാറ്റിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ തന്നെ ഇവർ വളരെയധികം ഡിസ്റ്റർബ് ആവുകയാണ് ചെയ്യുന്നത്. അവരോട് വഴക്ക് പറയുകയും വളരെയധികം ചീത്ത പറഞ്ഞുകൊണ്ട് അവരോട് അത് ശരിയാക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിർബന്ധിക്കുകയും ചെയ്യും. ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റുള്ളവർക്ക് ഇവരോട് ഒരു അറ്റാച്ച്മെൻറ്റ് കുറയുകയും ഒരു വെറുപ്പായിരിക്കും ഇവർക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുന്നത്. അങ്ങനെ പെട്ടെന്ന് തന്നെ ഇവരുടെ റിലേഷൻഷിപ്പിനെയും അത് ഫാമിലി ലൈഫിനെയും ഒക്കെ നെഗറ്റീവായിട്ട് ഈ ഒരു പ്രശ്നം ബാധിക്കാറുണ്ട്. ഇവർ പറയുന്ന പോലെ മറ്റുള്ളവരും ജീവിക്കണം എന്നൊരു ചിന്തയാണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള വ്യക്തികളിൽ കണ്ടുവരാറുള്ളത്. എല്ലാവരും അയാളുടെ ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ അയാൾക്ക് വേണ്ടി മാറി നിൽക്കേണ്ട അവസ്ഥ, ഒരു മാറേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഇത്തരം പേഴ്സണാലിറ്റി ഡിസോർഡറിൽ കണ്ടുവരാറുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ചെറിയ കാര്യങ്ങളിലായാലും മാക്സിമം പെർഫെക്ഷനിസം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് ഇത്തരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുള്ള വ്യക്തികൾ. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ജോലി സ്ഥലത്ത് കൃത്യസമയത്ത് വരിക, അതുപോലെ തന്നെ ഫ്രീ ടൈം ഒക്കെ കിട്ടുകയാണെങ്കിൽ അതൊക്കെ മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യുക. ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ അവരുടെ ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ടാവുന്നത്.
റൂൾസിനനുസരിച്ച് ഫോളോ ചെയ്ത് ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ അതിനൊന്നും യാതൊരു വിട്ടുവീഴ്ച ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ OCPD ഉള്ള ആളുകൾ എപ്പോഴും ചിന്തിക്കുന്നുണ്ടാവുന്നത് താൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അതുകൊണ്ട് തന്നെ താൻ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരും താൻ ചെയ്യുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ള ചിന്തകളാണ് ഇത്തരം വ്യക്തികളിൽ കൂടുതലായിട്ട് കണ്ടുവരാറുള്ളത്. ഇനി തന്നെപ്പോലെ പെർഫെക്റ്റായി ചെയ്യാത്ത ആളുകളോട് ഇവർക്ക് വളരെയധികം ദേഷ്യമാണ് ഇവർ പ്രകടിപ്പിക്കാറുള്ളത്. അതവർ മനസ്സിൽ വെച്ച് പിന്നെ പെരുമാറുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള വ്യക്തികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസിലായാലും ഇവരുടെ ഇമോഷൻസിലായാലും യാതൊരു വിലയും കൊടുക്കാത്ത വ്യക്തികളാണ്. മറ്റുള്ളവരുടെ ഇമോഷൻസിനൊന്നും തീരെ റെസ്പെക്റ്റ് കൊടുക്കാറില്ല. ഇനി ഇവരുടെ ഇമോഷൻസ് തന്നെയാണെങ്കിലും അതൊക്കെ വളരെ കൺട്രോൾഡ് ആയിട്ടായിരിക്കും ഇവർ എക്സ്പ്രസ് ചെയ്യുന്നുണ്ടാവുന്നത്. മറ്റുള്ളവർക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ കൊടുക്കാനും ഇവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. OCPD ആളുകളിൽ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം എന്ന് പറയുന്നത് ജനറ്റിക് ഫാക്ടേഴ്സ് തന്നെയാണ്. അതായത് നമ്മുടെ ഫാമിലി ഹിസ്റ്ററി, നമ്മുടെ പാരൻസിനോ ഗ്രാൻഡ് പാരൻസിനോ ഒക്കെ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളിലേക്ക് വരാനായിട്ടുള്ള ചാൻസുകളുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്കാലത്ത് വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന പാരൻസ്, അവർ വളരെയധികം സ്ട്രിക്റ്റ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ചെയ്യിക്കുന്നുണ്ടാവുന്നത്. ഇങ്ങനെ വളർത്തുന്ന കുട്ടികൾ, ഇങ്ങനെ വളർന്നു വരുന്ന കുട്ടികൾക്കും ഇങ്ങനെയൊരു പ്രശ്നങ്ങൾ കണ്ടുവരാറുണ്ട്. ഈ ഒരു OCPD എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ടാണ് ആളുകളുടെ ലൈഫിൽ ബാധിക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി റെഡിയാക്കി കൊണ്ടുവരേണ്ടത് അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ ഇയാൾക്കും അല്ലെങ്കിൽ ഇയാളുടെ കൂടെ ജീവിക്കുന്നവർക്ക് വരെയും അതൊരു ബുദ്ധിമുട്ടായി വരാനുള്ള ചാൻസുകളാണ് വളരെ കൂടുതലായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കോ നിങ്ങളുടെ ഫ്രണ്ട്സിനോ ഈ ഒരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ലൊരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് അവരുടെ ഹെൽപ്പ് ചോദിക്കാൻ വേണം. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.